Star Jam with RJ Sean. ഡയമണ്ട് നെക്ലസ് ഈ മൂവിയുടെ വഴിത്തിരിവ് ഒരു കല്യാണമാണ്. റൈറ്റ് നൗ ആ മൂവിയുടെ ഡയറക്ടർ എന്റെ കൂടെ ഉണ്ട്. സ്റ്റാർ ജാമിന്റെ വഴിത്തിരിവ് ഇനി ലാൽ ജോസിന്റെ കല്യാണത്തിലാണ്. ലെറ്റ്സ് ഗോ ഫോർ എ ഫ്ലാഷ് ബാക്ക്. വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് പറയാനൊരു പെണ്ണില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് അധികം ബാധ്യതകളൊന്നും ഇല്ലാതെ. പക്ഷെ വിവാഹം വേണ്ടെന്ന് വിചാരിച്ച ആള് വിവാഹം കഴിക്കേണ്ട പ്രായത്തിന് മുമ്പേ കല്യാണം കഴിച്ചു. ആ സമയത്ത് ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് അറിയുന്ന കുട്ടി തന്നെയാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടി തന്നെയാണ്. മിക്സ്ചറും ചിപ്സും വെച്ചുള്ള പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞു തരും. മിക്സറും ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ പെൺകുട്ടിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. അവള് കോളേജിൽ ചേർന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ അതേ കോളേജിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്തായിരുന്നു കോളേജിൽ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ആ കാലത്ത് അത്ര നല്ല ഇമേജ് ഒന്നും ആയിരുന്നില്ല. തല്ലിപ്പൊളിയായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു, കൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു, ജയിലിൽ കിടന്നുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. അവൾ എന്നെ കാണുമ്പോ ഒക്കെ എന്റെ കൂടെ ഒരുപാട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അവിടെ കോളേജിലെ ഏറ്റവും പ്രസിദ്ധനായ ഹംസമായിരുന്നു. അപ്പൊ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രണയലേഖനങ്ങൾ കൊടുക്കുന്നു. കാരണം എന്നെ ആരും സംശയിക്കില്ല. പിന്നെ ഈ കാമുകന്മാർക്കൊക്കെ എന്നെ നല്ല വിശ്വാസം. കാരണം അവരുടെ കാമുകിമാര് ഒരിക്കലും എന്നെ കയറി ഇനി പ്രേമിക്കില്ല എന്നുള്ളത് അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഒരിക്കലും എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നതുകൊണ്ടാണ് ഞാൻ ആ പെണ്ണ് കാണാൻ വേണ്ടി പോയത്. എന്നിട്ട് ആദ്യത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു പെൺകുട്ടിയായിട്ട് സംസാരിക്കണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അറിയാം ഞാൻ എന്തെങ്കിലും കൊനഷ്ടാണ് പറയാൻ പോണെന്ന്. സംസാരിക്കുമ്പോ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ചെയറിൽ നിന്നിട്ട് യെസ് കമിൻ എന്നൊക്കെ പറയുന്ന ഒരു ജോലിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാ ജോലിയും ചെയ്യേണ്ട ഒരാളാണ്. 10,000 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും സിനിമയിൽ മൊത്തം. അതിലൊരു 500 പേരാണ് അസോസിയേറ്റ് ഡയറക്ടർ ആവുക. അതിൽ നിന്നൊരു 10-15 പേരാണ് ഡയറക്ടർ ആവുക. അതിൽ നിന്നൊരു 3-4 പേരാണ് ദീർഘകാലം നിലനിൽക്കുക. അത്രയും ചാൻസ് ഉണ്ട്. നല്ലോണം ആലോചിക്കണം എന്നെ കല്യാണം കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ. ഒരു കാര്യം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിനക്ക് ജോലി ഉണ്ടല്ലോ. എന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. അത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും അത് നടക്കില്ല എന്ന് കരുതി ആ ഡയലോഗിൽ വീണു എന്നാണ് അവള് പിന്നീട് പറഞ്ഞത്. That's Lal Jose with me, the director, a man of his words on Club FM Star Jam. ടൺ കണക്കിന് ഫൺ. You are under arrest. ഡയറക്ടർ ലാൽ ജോസ് ആണ് ഇന്ന് സ്റ്റാർ ജാമിൽ ആൻഡ് യു ആർ അണ്ടർ അറസ്റ്റ്. വെൽ, ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ചില ഡയറക്ടേഴ്സിന്റെ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയാൾ ഇപ്പോഴും പഴയ പടം തന്നെ പിടിക്കണേ ഇല്ലേ, കാലം മാറിയൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുപോലെ എപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് ചിലപ്പോ പറയുമ്പോൾ നാളെ എന്നെ കുറിച്ചും പറയും. കാരണം ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഒപ്പം നടക്കാൻ പറ്റാത്ത ആളുകൾ പുറകോട്ട് പോകും. ചുറ്റുമുള്ള കാര്യങ്ങൾ മാറുന്നത് അറിയാതെ പോകുന്ന ആളുകൾക്ക് സംഭവിക്കും. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കും സംഭവിക്കും. അയാൾ പഴഞ്ചൻ സിനിമയാണ് ചെയ്യണതെന്ന് ഒരു ജനറേഷൻ പറയും. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? കൂട്ടത്തിൽ പുറകിൽ നടക്കുന്ന ആൾക്കാരുണ്ടോ? അത് തീർച്ചയായിട്ടും നമുക്ക് തോന്നാറുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ അത് കാലം കഴിഞ്ഞു എന്ന് തോന്നാറുണ്ട്. ചിലപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. നമ്മുടെ സിനിമകൾ തന്നെ, നമ്മുടെ സിനിമകളെ കുറിച്ച് തന്നെ ആളുകൾ പലരും ചില സിനിമകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ലാൽ ജോസിന്റെ അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് അറിയാത്ത ആൾക്കാരെ ഞാൻ എന്തിനാ അറിയിക്കണം? ഡേർട്ടി പിക്ചർ രാത്രി 11 മണിക്ക് ശേഷം മാത്രമേ ടെലികാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂൾ വന്നു. കോർട്ടിന്റെ ഓർഡർ വന്നു. കുടുംബത്തിൽ കാണിക്കാൻ പറ്റുന്നതും കാണിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള സിനിമകളുണ്ടോ? അത് ആപേക്ഷികമാണ്. ഇപ്പൊ TV പോലുള്ള ഒരു മീഡിയം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാലത്ത് കുട്ടികളുടെ ഒന്നും കണ്ണു പൊത്താൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ സിനിമയിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ചാന്ത് പൊട്ടെന്ന് പറഞ്ഞ സിനിമയില് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ള പാട്ടിന്റെ തുടക്കത്തിൽ ഇവര് തമ്മിൽ ഫിസിക്കലി ബന്ധപ്പെടുന്നതിന്റെ സൂചനകൾ മാത്രം കൊടുത്തിട്ടുള്ള കുറച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു. അപ്പോ ഒരാള് ഒരു മാഗസീനിൽ കത്തുകളിൽ എഴുതി ലാൽ ജോസ് മലയാളികളുടെ സദാചാരത്തെ ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് സാർ അത് ചെയ്തത്? അപ്പൊ അത്തരം ആളുകളുണ്ട്. നീലത്താമര കണ്ടപ്പോ ഷോക്ഡ് ആയിപ്പോയി. നിങ്ങളെപ്പോലെ ഒരു സംവിധായകന്റെ സിനിമയിൽ അത്തരം ഒരു സീൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അതാ സിനിമയുടെ കഥയാണ്. അതില്ലെങ്കിൽ ആ സിനിമയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതേസമയം അവരുടെ വീട്ടിൽ കുട്ടികൾ ഇരുന്നിട്ട് ഇത് എഴുതിയവന്റെ വീട്ടിൽ TV-യിൽ കാണുന്നത് ഞാൻ ഇന്ന് കണ്ടു. എന്റെ മക്കൾ ഇരുന്നിട്ട് TV-യിൽ പാട്ട് കണ്ടുകൊണ്ടിരിക്കണം, ഒരു ഹിന്ദി പാട്ട്. എല്ലാ സ്ത്രീകളും വളരെ ചെറിയ ട്രൗസർ ഇട്ടിട്ട് ക്യാമറയ്ക്ക് പൃഷ്ഠം തിരിഞ്ഞിട്ട് ഇങ്ങനെ കുലുക്കുന്നു. അപ്പൊ അതിൽ യാതൊരു ആഭാസവും ഇല്ല, അത് കാണുന്നതിൽ വിരോധമില്ല. പക്ഷെ ഒരു കഥയിലെ ഒരു സീക്വൻസിൽ കഥയ്ക്ക് ആവശ്യമായ ഒരു കാര്യം കാണിക്കുമ്പോൾ അത് സദാചാരത്തെ ചോദ്യം ചെയ്യലാവും. You're right, sir. Valid point. ലാൽ ജോസ് തുറന്നടിക്കുന്നു ക്ലബ് FM സ്റ്റാർ ജാം with me ഷാൻ. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean.
ഡയമണ്ട് നെക്ലസിലെ ഇപ്പോഴത്തെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. ഫോളോഡ് ബൈ എ ക്വസ്റ്റ്യൻ. ഡയറക്ടർ ലാൽ ജോസ് അതിനുള്ള ആൻസർ പറയും. റെഡി സർ? റെഡി. 3, 2, 1 മ്യൂസിക്. നിലാമലരേ നിലാമലരേ പ്രഭാകിരണൻ വരാറായി. സത്യത്തിൽ ഇത്രമാത്രം ഇഷ്ടമാണോ നിലാവിന്? നിലാവ് ഏറ്റവും മനോഹരമായ കാഴ്ചയല്ലേ? ഈ പ്രണയവും നിലാവും മഴയും കാറ്റും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. രാത്രിക്ക് തരാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് നിലാവ്. ബട്ട് ബേസിക്കലി ഒറ്റപ്പാലത്ത് രാത്രി കഥകൾ എന്തൊക്കെയാണ് ലാൽ ജോസിന്റെ? പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള പോക്കുണ്ട്. അടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടില് ലേറ്റ് നൈറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ അന്നൊരു ചെറിയ തട്ടുകടയുണ്ട്. അവിടെ കട്ടൻ ചായ കിട്ടും. അപ്പൊ കട്ടൻ ചായയും ഒക്കെ കുടിക്കാൻ ഒരു ചെറിയ പുകവലിക്കൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങും. ആ രാത്രികള് വളരെ രസകരമായിരുന്നു. വെള്ളിയാഴ്ച രാത്രികളിലെ യക്ഷിക്കഥകളുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും. പോക്കുവരത്തുണ്ട് എന്നൊക്കെ പറയും. അതുപോലെ പോക്കുവരത്തുണ്ടെന്ന് പറയുന്നത് ഈ ഗോസ്റ്റിന്റെ പ്രസൻസിനെ കുറിച്ചാണ്. പോക്കുവരവ്. പിന്നെ ഈ പൊട്ടൻ പറക്കുക എന്ന് പറയും. പൊട്ടൻ പറക്കുക എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഒരു തീ ഇങ്ങനെ പാസ് ചെയ്യുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? അത് മറ്റേ വാൽനക്ഷത്രമായിരിക്കും. അല്ലല്ല, അത്ര ആകാശത്തുകൂടെ അല്ല, താഴെക്കൂടെ. അവിടെ ഒടിയൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒടിയൻ കഥകളാണ് കൂടുതലുള്ളത്. രാത്രി കാലങ്ങളിൽ ചില മൃഗങ്ങളെ കാണും. അത് ഒറിജിനൽ ഒരു പശു ഓപ്പോസിറ്റ് വരുന്നുണ്ടാവും. അത് ഒറിജിനൽ പശു ആണെങ്കിൽ അതിന് എല്ലാ അവയവങ്ങളും ഉണ്ടാവും. ഒടിയനാണെന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു അവയവം കുറവായിരിക്കും. ഇപ്പൊ 4 കാലിന് പകരം 3 കാലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വാലുണ്ടാവില്ല. അങ്ങനെ അത് ഒടിയനാണ്. അതൊരു പ്രത്യേക ജാതിയിലുള്ള ആളുകൾ ഒടിവിദ്യ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്തിട്ട് ആണ് അങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. വിശ്വാസമുണ്ടോ ലാൽ ജോസിന്? എനിക്കതൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടമാണ്. രസമുള്ള കഥകളാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ കാലഘട്ടത്തില് എന്താ പറയണ്ട, കൊട്ടേഷൻ ടീമുകളായിരുന്നു ഒടിയന്മാര്. കാരണം ശത്രുവിനോട് പകപോക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒടിവിദ്യ പ്രയോഗിക്കുന്നത്. ഒരു ഒടിയനെ നമ്മൾ ഹയർ ചെയ്യാണ് മറ്റൊരാളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ കൊന്നുകളയാൻ തന്നെ. അപ്പൊ അവൻ വേഷം മാറി ഇങ്ങനെ മൃഗമായിട്ടൊക്കെ വരുമെന്നാണ് പറയുന്നത്. പേടിയുണ്ടോ ഇത്തരം കഥകളിലൊക്കെ ലാൽ ജോസിന്? പേടിയില്ല, കൗതുകമായിരുന്നു. ആ കൗതുകമാണ് എന്നെ പിന്നീട് ഒരു സംവിധായകനാക്കിയത്. സൂപ്പർ. പണ്ടത്തെ കാലത്ത് കൊട്ടേഷനെ ഒടിയൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് കൊട്ടേഷൻ എന്താ വിളിക്കാന്ന് അറിയില്ല. പക്ഷെ കുറെ കൊട്ടേഷൻകാരെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് പോലീസ് അങ്ങ് കോഴിക്കോട്. ഇത് ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ.